ഹലോ ഫ്ലൈലേഴ്സ്, ലക്ഷറി വാൻ ഇന്ന് ലോകം ഒട്ടുക്കും വലിയൊരു ട്രെൻഡാണ്. സെലിബ്രിറ്റീസ് ആവട്ടെ, ബിസിനസ്സുകാരാവട്ടെ, അതേപോലെ തന്നെ വലിയ വലിയ പൊളിറ്റീഷ്യൻസ് എല്ലാവരും ഇത്തരമുള്ള ലക്ഷറി വാൻസാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊന്ന് ഫ്ലറിഷായി വന്നത് ടൊയോട്ട വെൽഫെയറിലാണ്. അതിൻ്റെ പുറമെ കാർണിവൽ ഉണ്ട്, പിന്നെ വി ക്ലാസ് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ ഉള്ള ദുബായ് മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ നല്ലോണം ഉള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയ വണ്ടിയാണ് GAC എന്ന് പറഞ്ഞ ചൈനീസ് ബ്രാൻഡിൻ്റെ M8. ഞാനത് ഫസ്റ്റ് കണ്ടത് ഇവരുടെ ഡീലർ പ്രിൻസിപ്പിൾ, അതായത് മെർസിഡീസ് ബെൻസിൻ്റെ ഡീലറായിട്ടുള്ള ഗാർഗാഷ് എൻ്റർപ്രൈസസ് തന്നെയാണ് ഇവരുടെ ഡീലർ. അതിൻ്റെ ഓണർ ഇതിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫോട്ടോയും വീഡിയോയും കണ്ട് ഒരിക്കലും പുള്ളി അന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും നെറ്റിയത്. മെർസിഡീസിൻ്റെ ഡീലർഷിപ്പുള്ള ഒരാൾ GAC എങ്ങനെ ഉപയോഗിക്കുന്നത്? ശരിയാണ്, അവർ ഡീലറാണെന്ന് അറിയാം, എങ്കിലും കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ എന്ന് കരുതി അങ്ങനെ ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത്. എന്തായാലും വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ കരുതിയതും ഞാൻ പ്രതീക്ഷിച്ചതും എല്ലാം തന്നെ എങ്ങനെ ഉണ്ടെന്നുള്ളതും എനിക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. നമ്മുടെ നാട്ടിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലക്ഷറി വാനാണ് ടൊയോട്ട വെൽഫെയർ. അതിൻ്റെ ശേഷം ലെക്സസ് LM വന്നിട്ടുണ്ട്, വി ക്ലാസും കാർണിവൽ ഉണ്ടെങ്കിലും ഈ ഒരു വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു അതായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും. കാരണം വെൽഫെയറിൻ്റെ മുറിച്ച് വെച്ച പോലുള്ള ഒരു ഡിസൈനാണ്. ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ചില ചൈനീസ് എലമെൻറ്റ്സ് നമുക്ക് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ മാസീവ് ഗ്രിൽ. ഇത് ലെക്സസിലെല്ലാം കണ്ട ടൈപ്പുള്ള സ്പിൻഡിൽ ടൈപ്പ് ഗ്രില്ലിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി ബോൾഡായി നിൽക്കുന്ന ബ്ലാക്ക് ക്രോം ആയിട്ടുള്ള വെർട്ടിക്കൽ സ്ലാറ്റ്സാണ് ഉള്ളത്. GAC എന്നുള്ളതിൻ്റെ വലിയ ലോഗോ കാണാം. ഒരു തിന്നായിട്ടുള്ള ലൈറ്റാണ്, ഒരു വെർട്ടിക്കലായിട്ടുള്ള എലമെൻറ്റും നിൽക്കുന്നുണ്ട്. ഇനി ചൈനീസ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്ലിറ്ററിങ് ആയിട്ട് നിൽക്കുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ LED ഉണ്ട്, ഇവിടെ LED ഉണ്ട്, ഇവിടെ LED ഉണ്ട്. ഇതിൽ ഇത്ര ഇൻഡിക്കേറ്റർ ആയിട്ട് കത്തും, ഇത് DRL ആയിട്ട് കത്തും. പിന്നെ ഈ ഒരു എലമെൻറ്റ്സ് എല്ലാം ഗ്ലാസ് എല്ലാം കൂടി ചേരുമ്പോൾ ഒരുപാട് ബ്ലിങ്കി ഫീലുണ്ട്. ക്രോം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വരുന്നത് ബ്ലാക്ക് ക്രോം ആയതുകൊണ്ട് കുറച്ച് സട്ടലുണ്ട്. താഴെ ബ്രഷ്ഡ് അലുമിനിയം ഉണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും മാസ്റ്റർ എന്നുള്ള അതൊരു എഡിഷൻ നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഫ്രണ്ട് സൈഡിലെത്തുമ്പോഴേക്കും വലിയൊരു പോർഷനാണ് സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ടുണ്ട്. വേറെ എലമെൻറ്റ്സ് ഒന്നും കൊടുത്തില്ല, വലിയ കാവിങ് ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയ 3D ഫീലുണ്ട്. പില്ലർ ആക്ച്വലി ഫ്രണ്ട് വീലിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിലുള്ള ഇതൊരു കോമൺ ഫാക്ടറാണ്. സാധാരണ ഇത്തരം വണ്ടികളിൽ വരുന്ന ഒരു പ്രൊപ്പോർഷൻ തന്നെയുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന 18 ഇഞ്ചിൻ്റെ അലോയ് ആണ്. അലോയ് ലുക്ക് ഗുഡ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്. ഫ്രണ്ടിൽ സാധാരണ കൺവെൻഷണൽ ഡോറാണെങ്കിൽ റിയറിൽ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്ത് വരുന്ന ഡോറാണ്. ഇത് നമ്മൾ പല രീതിയിലും ഓപ്പറേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ വലിച്ചു വിടാം, ബട്ടൺ തൊട്ടിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഉള്ളിലും വലിച്ചു വിടാം. ഇതിൻ്റെ പുറമെ ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ ടോപ്പിൽ ബട്ടൺസ് ഉണ്ട്. ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ടിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും വലിയ ഗ്രീൻ ഹൗസ് ഉണ്ട്, ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഗ്ലാസ് ആണ്, നല്ല അട്രാക്റ്റീവാണ്. ഇത്രയും ക്രോം ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ഇവിടെ വരെ വരുന്നുണ്ട്. അതും ഈ ഡീ പില്ലറിൽ ബോൾഡായി നിൽക്കുന്നുണ്ട്. റിയറിൽ വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ വലിയൊരു ടെയിൽ ലൈറ്റാണ്. ഈ കണക്റ്റഡ് ലൈറ്റ് ഒരു ചൈനീസ് എലമെൻ്റാണ്, അത് വന്നിട്ടുണ്ട്. തിന്നാണ്, വെർട്ടിക്കൽ സ്ലാക്ക് ഉണ്ട്. ഇതെല്ലാം 3 ഈ വര, പൂച്ച മാന്തിയ പോലെ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയും അണ്ണാൻ്റെ മേലുള്ള വര. പലർക്കും പല വേർഷൻ ഉണ്ട്. രാമൻ തലോടിയെന്ന് പറയും, നബി തലോടിയെന്ന് പറയും. ഇതൊന്നല്ല, അത് ശരിക്കുള്ള ജീവിക്കുള്ളതാണ്. ഈ ഒരു ലൈന് 3 ലൈനായിട്ട് വന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഒരു വലിയൊരു ചങ്കിയായി നിൽക്കുന്ന റിയർ പോർഷനാണ്. ഇവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട്, ഇതിൽ ഗ്ലാസ് ഉണ്ട്, ലോഗോ കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടെയിൽ ഗേറ്റ്സ് ഉണ്ട്. ടെയിൽ ലൈറ്റ് അല്ല, ഇത് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കിറ്റ് ഉണ്ട് റെഡ് കളറിൽ, അത് നമുക്ക് കാണാം. 3rd റോ സീറ്റ് ഉണ്ട്, അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്പേസ് കിട്ടും, ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാം. താഴെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബ്രഷ് അലുമിനിയം ഫീൽ ഉള്ള ഒരു എലമെൻ്റ് ഉണ്ട്, അതിൽ മാസ്റ്റർ എന്നുള്ളതും കാണാം. മൊത്തത്തിൽ ഒരു വാനിൽ കാണേണ്ട സില്ലൗട്ടിലും അതേപോലെ തന്നെ പ്രൊപ്പോർഷനും എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളറും കൂടെ ഉണ്ട്. ഈ ക്രോമും ഗ്ലിറ്ററിങ് എല്ലാം നല്ലോണം നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു അട്രാക്റ്റീവായിട്ട് വേറെ എലമെൻ്റ് ഉള്ളത് എന്താണെന്ന് അറിയാം. നമ്മൾ സാധാരണ ലക്ഷറിയുടെ ഒരു എപ്പിറ്റോമായിട്ട് കാണുന്ന ഒരു വണ്ടി ഏതാ? റോൾസ് റോയ്സിലുള്ള പോലെ ഒരു സാധനമാണ് ഇതിൻ്റെ വീലിലുള്ള ഈ സെൻറ്ററിലുള്ള ലോഗോ. ഇത് ശരിക്കും ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അത് ബാരിങ് സിസ്റ്റമാണ്, നമ്മൾ റോൾസ് റോയ്സ് കണ്ടാണ്. അതേപോലെ ഇത് തിരിയുമ്പോൾ അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും എന്നുള്ളൊരു എലമെൻ്റാണ്. അപ്പോൾ ഡസൻ ടേൺ. എന്തായാലും നമുക്കറിയാം ഇന്ന് വെൽഫെയറും എല്ലാം മാർക്കറ്റ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നാട്ടിൽ പറഞ്ഞെങ്കിൽ നമുക്ക് കാർണിവലുണ്ട്, വി ക്ലാസ് ഇപ്പം സെയിലില്ല.
ഇങ്ങനൊരു വണ്ടി നിങ്ങൾക്ക് കിട്ടിയാൽ ഇതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളെ NRI മലയാളീസ് ഇവിടെ ഇതൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇത്രയൊന്നുമില്ല സട്ടിൽ ലുക്കാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റിൽ പറയാം. ഇന്ത്യയിലേക്ക് വരുമ്പം നമുക്ക് ലക്ഷറി കോക്പിറ്റിൽ തന്നെ കാണാം വലിയൊരു ഡാഷ്ബോർഡാണ്. അതും തന്നെ നല്ല ഡീപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു വാൻ എലമെൻ്റായിട്ട് അങ്ങനെ നിൽക്കാം. റൺ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഡോർ പാഡ് വരെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു എലമെൻറ്റ്. ആക്ച്വലി 2 സ്ക്രീൻ ഉണ്ട്. ഒന്ന് ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൻ്റെ സ്ക്രീനാണ്. ഗ്രാഫിക്സും അതിലുള്ള ഫോൺ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. ഇവിടെ വേറെ സ്ക്രീൻ ഉണ്ട്, ഫുള്ള് ഇൻഫർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാന്ന്. അതും തന്നെ നമുക്ക് ശരി ഓണാക്കിയപ്പം സീറ്റ് അഡ്ജസ്റ്റ് ആയി. അത് ഓണാക്കുമ്പോൾ നിന്ന് കേട്ടുള്ള സൗണ്ട് ഓരോ ഇത് ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൊടുക്കുന്നത് ഒരു രസമുണ്ട്. എന്നാൽ അതൊരു പ്രോപ്പർ ചൈനീസ് എലമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ എലമെൻറ്റ്സ് നമ്മളിപ്പോൾ എന്ത് സെലക്ട് ചെയ്താലും അതിനൊരു സൗണ്ട് വരുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്താലും നന്നായിട്ട്. ഇതിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ പല ഫീച്ചേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മൾ ഫോട്ടോസ് സേവ് ചെയ്യാം, നമുക്ക് കാർപ്ലേ കണക്ട് ചെയ്യാം. പക്ഷേ എൻ്റെ ഫോണിൽ ഇതുവരെ കാർപ്ലേ കണക്റ്റ് ആയിട്ടില്ല. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോയിലും കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗ്ലിച്ച് എനിക്ക് തോന്നി. ബാക്കി മ്യൂസിക് ആവട്ടെ 360 പാനോറമിക് വ്യൂ ക്യാമറ ആക്റ്റുള്ള എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഈസി ടു ഓപ്പറേറ്റും ആണ്. പിന്നെ ഗ്രാഫിക്സ് എല്ലാം ഹൈ ക്വാളിറ്റിയാണ്. സ്റ്റിയറിംഗ് 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ ക്രോം അഗെയിൻ ഡാർക്ക് ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷൻ ആണ്, ലെതർ റാപ്ഡ് ആണ്. സ്വിച്ചസും എക്കണോമിക്സ് എല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. ഡ്രൈവർക്കാണെങ്കിൽ വളരെ കംഫർട്ടബിൾ എല്ലാം യൂസ് ചെയ്യാം. ഗിയർ ലിവർ രസമുണ്ട്, ഒരു ക്രിസ്റ്റൽ നടുവിൽ കൊടുത്തിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യും, എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ചിലപ്പോൾ അതൊരു കൺഫ്യൂസിംഗ് ആണ്. ബാക്കി ഈസിലി യൂസബിൾ ആയിട്ടുള്ള സ്വിച്ചസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. കൂടുതൽ ഫംഗ്ഷൻസും നമുക്ക് ടച്ചിൽ തന്നെ ഉള്ളത്. ഇവിടെയും നമുക്ക് സ്വിച്ചസ് കാണാം. ഈ ഒരു ഡാഷ്ബോർഡ് ഈ ഒരു സൈഡിൽ കുറച്ചൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പല ചൈനീസ് ഒരു ഇതിലും കാണാറുണ്ട്, അവരുടെ ഒരു ആർട്ട് കൊണ്ടുവരാറില്ല. അപ്പോൾ അത്തരം ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മലയും 2 പക്ഷി പറക്കുന്നെല്ലാം ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. റിയർ വ്യൂ വന്നിരിക്കുന്നത് മിറർ ക്യാമറ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ വിഷ്വൽസ് നമ്മൾ കാണുന്നതെല്ലാം ക്യാമറയിൽ പകർത്തിയിട്ടാണ്. ഇവിടെയാണ് ഫ്രണ്ട് റിയർ ഡോർസ് കൺട്രോൾ ചെയ്യാവുന്ന ബട്ടൺസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൺറൂഫ് തുറക്കാനുള്ള ബട്ടണുണ്ട്. വലിയ ഹ്യൂജായി നിൽക്കുന്ന സെൻട്രൽ കൺസോൾ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഡ്രൈവർക്ക് ഒരു വർക്കിംഗ് സ്പേസ് പോലെയുള്ളത്. ഇവിടെ നമുക്ക് ഫോൺ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഗ്ലോ ബോക്സ് ഇവിടെ ഉണ്ട്. അതിൽ കൂളിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇതിൽ നമുക്ക് പേപ്പേഴ്സ് എല്ലാം വെക്കാൻ പറ്റും. പിന്നെ വലിയൊരു സ്പേസാണ് നമുക്ക് ഡോർ പാഡിലും ലഭിക്കുന്നത്. ഇത്രയാണ് ഡ്രൈവർക്ക് വേണ്ട. ഡ്രൈവർക്ക് ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ലോണം നിൽക്കുന്ന രീതിയിലുള്ള ഇവിടെ സൈഡിലെല്ലാം തന്നെ നമുക്ക് പേപ്പേഴ്സും എല്ലാം വയ്ക്കാവുന്ന ചെറിയൊരു പോർഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറിൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് എന്ന രീതിയിൽ നോക്കാം. പിന്നെ ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന അറ്റൻഷൻ ടു ഡീറ്റെയിൽ എല്ലാം രസമുണ്ട്. ബിൽഡ് ക്വാളിറ്റി നല്ല എണ്ണായിട്ട് ഫീൽ ചെയ്യുന്നത്. ലെതറായിട്ട് മെറ്റീരിയലാണ്, പക്ഷേ അതെല്ലാം തന്നെ നല്ല ഫിനിഷ് ഉണ്ട്. സ്വിച്ചും അതുപോലെ തന്നെ പാനൽ ഗ്യാപ്സ് എല്ലാം നീറ്റ്ലി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു ക്വാളിറ്റി ഫീൽ എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തുള്ള ഡ്രൈവർ സീറ്റാണ്. മൾട്ടിപ്പിൾ അഡ്ജസ്റ്റ് ആവുന്ന ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ആവുന്ന സീറ്റ് തന്നെയാണ്. ഇതിൽ നമുക്ക് കൂളിങ്ങും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യാം, മെമ്മറൈസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് കംഫർട്ടബിളി തന്നെ പോകാം. അപ്പോൾ ഡ്രൈവറെ വെച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഫാമിലി ആയിട്ട് ഒരു വീക്കെൻഡിൽ പോകണമെങ്കിൽ നമുക്ക് നമ്മളെ മെമ്മറി സീറ്റെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കിപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ പറ്റും. പിന്നെ ഒരു വാൻ ആകുമ്പം സെക്കൻഡ് റോ സീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നത്. അവിടെ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് റോ സീറ്റാണ് അധികം VIPs ഉപയോഗിക്കുന്നത് കാണുന്നത്. ഇത്തരം വാനിലെല്ലാം ഉള്ള ഒരു കോമൺ ഫീച്ചറാണ്. ആ സെക്കൻഡ് റോ സീറ്റ് ഏറ്റവും കംഫർട്ടബിൾ ആക്കാനാണ് ഈ വാൻ മാനുഫാക്ചേഴ്സ് എല്ലാം ശ്രമിക്കാറുള്ളത്. എനിവേ ഈ ഒരു GSC M8ൻ്റെ കാര്യത്തിലും വ്യത്യസ്തമല്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ ലൈക്ക് മോർ ലൈക്ക് നമ്മളെന്താ മസാജ് സീറ്റെല്ലാം ഉണ്ടാവാറില്ല, അതേപോലത്തെ ഒരു ഫീലുകൾ. 2 സൈഡിലും ഹാൻഡ് റെസ്റ്റിലുണ്ട്. ഒരു ബിസിനസ് ക്ലാസ് ഫീൽ തന്നെ കിട്ടുന്നത്. ഇത് നമുക്ക് ഇലക്ട്രിക്കലി രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ബട്ടൺസ് വന്നിട്ടുണ്ട്. എല്ലാം ടച്ച് ഫങ്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും റിയറിലേക്കും ആക്കാൻ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ ഫ്രണ്ടിലും ബാക്കിലേക്ക് ആക്കുന്നതിലും മുന്നിൽ സീറ്റിൻ്റെ ഫോട്ടോന് മുന്നിലും ബാക്കിലായിരിക്കും ഉണ്ടാവുക. ഇത് പിന്നിലേക്കുള്ളത് താഴെയുള്ള ബട്ടണിൽ ഉപയോഗിക്കുന്നത്. ഒരു സംഗതി ഞാൻ നോട്ടീസ് ചെയ്ത് ഇതിൻ്റെ റെയിലിലുള്ള ലോക്ക് അനുസരിച്ചിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓണാക്കി വിട്ട് കഴിഞ്ഞാലും മൂവ് ചെയ്യാൻ തുടങ്ങി വിട്ടാലും അടുത്ത ലോക്ക് വരെ അത് പോകും. ഇപ്പോൾ ഞാൻ നേരത്തെ അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ടും അത് അടുത്ത മൂവ് വരെ പോയിട്ടാണ് നിൽക്കുന്നത്. അതിന് സെൻസറൊന്നുമില്ല. സെൻസറിൽ ലോക്ക് കൊടുക്കാനുള്ള കണ്ടോ, അടുത്ത റെയിൽ ലോക്കിലേക്ക് കൊടുങ്ങുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഗുഡ്. പിന്നെ റിക്ലൈനിങ് ആണെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാം. ഫുള്ള് ബെഡ് പോലെ റിക്ലൈൻ ചെയ്യാൻ അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ട്.
കാഫ് സപ്പോർട്ടും നമുക്ക് പൊക്കി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കിടന്നുറങ്ങാം. അതിനുള്ള സ്പേസ് ആക്കി വെക്കണം. പിന്നെ കൂളിംഗ് ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, മെമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം വൺ ടച്ചിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൺ ടച്ചിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഫംഗ്ഷനും ഒരുമിച്ച് ഒറ്റതിൽ ചെയ്യുന്ന രീതിയിലുള്ള അത് ചെയ്തോട്ടെ. ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരാൻ മറ്റേ കാര്യം വലിയൊരു വിൻഡോ ആണ്. ഇതിൽ സൺ ബ്ലൈൻഡ് വന്നിട്ടുണ്ട്, മാനുവലും ആണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് വിൻഡോ ഓപ്പൺ ചെയ്യാനും പറ്റും, അത് പവറിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതാ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഇതിലുള്ള പ്രീ സെറ്റ് ചെയ്തിട്ടുള്ള കോൺഫിഗറേഷൻ പകരം ഇത്രയാണുള്ളത്. അതിൽ നമുക്ക് മസാജും കൂടെ അതിൻ്റെ കൂടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. മസാജിനുള്ള ബട്ടൺ ഓൾറെഡി ഉള്ളതാണ്. ഇനി വൺ ടച്ചിൽ തന്നെ പഴയ പോലെ ആക്കാനും എനിക്ക് പറ്റും. ഇവിടെ ഇരിക്കുമ്പോഴുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ നല്ലോണം ലഭിക്കുന്നുണ്ട്. സ്റ്റിൽ ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യൂ ഒരു തരത്തിലും കട്ടാവില്ല. സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്. ഈ ടേബിളിന് ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിലെല്ലാം ഒരുപാട് ഓർണമെൻ്റൽ എലമെൻറ്റ്സ് ഉണ്ട്. ക്രോമും കുറച്ചുകൂടി ഒരു ഗോൾഡിഷ് ക്രോമാണുള്ളത്. ഇവിടെയുള്ള ഡീറ്റെയിൽ രസമുണ്ട്. റിയറിൽ നമുക്കിവിടെ സ്പേസ് ഉണ്ട്, നമുക്ക് സാധനങ്ങൾ വെക്കാൻ. ഇവിടെ USB-Cയും USB ചാർജറുണ്ട്. ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ കപ്പ് ഹോൾഡർ പിന്നിലേക്കുള്ള ഉപയോഗിക്കാനുള്ളതുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ സെക്കൻഡ് സൺറൂഫ് ഉണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ ഇവിടെയും ബട്ടൺ ഉണ്ട്. നമുക്ക് ഹാൻഡിലും ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രാബ് ഹാൻഡിലുണ്ട്, കയറാൻ ഇറങ്ങാനും സുഖമാണ്. ഇത്രയെല്ലാം വരുന്നുണ്ട്. ഇനി തേർഡ് റോ സീറ്റാണ്. തേർഡ് റോ സീറ്റിലേക്ക് ഞാൻ ഇരിക്കാനുള്ള മുതിരുന്നില്ല, കാരണം ഇത്രയും സീറ്റ് വെച്ചപ്പോൾ ഒരു സ്പേസും ഇല്ല അവിടെ കാണാം. പ്രത്യേകിച്ച് പിന്നിലേക്ക് ആക്കാനുള്ള ഓപ്ഷനിൽ അവിടെ സ്പെയർ വീലും ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് സീറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ആക്കി വെച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്കെല്ലാം അത്യാവശ്യം ഇരിക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്. കുട്ടികൾക്കെല്ലാം കംഫർട്ടബിൾ ഇരിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇത്രയാണ് സെക്കൻഡ് റോ സീറ്റുള്ളത്. സെക്കൻഡ് റോ സീറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് ആസ്വദിക്കുന്നതായിട്ട് യാത്ര ചെയ്ത് ആസ്വദിക്കുന്നതാണ് നല്ല. അപ്പം നമുക്ക് അതിലേക്ക് നോക്കാം. നമ്മളിപ്പോൾ GSC M8 ഡ്രൈവിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പം താമസിച്ച ഏരിയയിലെ ഒരു ഇന്നർ റോഡിലാണ്. ഈ റോഡിലൂടെ തന്നെ ഞാൻ എടുത്ത് സംസാരിക്കാൻ കാരണം ഇവിടെ ഒരുപാട് ഹമ്പുണ്ട്. ഈ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ആ ബ്രേക്ക് ചെയ്യുന്ന പോലെ സാധനം അതായത് എടുത്തടിക്കുന്ന ഫീലാണ് അതിന്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സസ്പെൻഷൻ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ടോക്ക് എടുക്കുന്നത്. ആ ഒരു സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ അടിക്കുന്ന പോലത്തെ ഫീൽ ഉണ്ടാവുക ശരിക്കും സസ്പെൻഷൻ ശരിയായില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സസ്പെൻഷനെ കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ബേസിക്കലി ഒരു ഡാമ്പ് കൺട്രോൾ ഉണ്ടോ, ഇതെടുത്തടിക്കും. ഇനി ഏത് വണ്ടിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മായബാക്കായിരുന്നു നമ്മളെടുത്തുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സമയത്തെല്ലാം നമ്മൾ ഈ റോഡിലെല്ലാം പോകുമ്പോഴും എല്ലാം അറിയുന്നുണ്ട്. അപ്പം മായബാക്ക് എന്നെല്ലാം പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് സസ്പെൻഷനുള്ള വണ്ടിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ലൈക്ക് ഗുഡ്. നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റാതെ ഒരിക്കലും ചൈനീസ് വെഹിക്കിളിൽ. അത് കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ കാര്യം. പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സസ്പെൻഷനാണ് ഫീൽ ചെയ്തില്ല. സോ ബേസിക്കലി ഈ ലക്ഷറി വാൻ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ യൂസുകൾക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനത്തെ വെഹിക്കിൾസ് വാങ്ങുന്നുണ്ട്. അത് മെയിൻ വേറെ ലക്ഷറി വെഹിക്കിൾ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്ന വെഹിക്കിളുള്ള ആൾക്കാരും ഒരു ഡേ യൂസ് അല്ലെങ്കിൽ ഗസ്റ്റിനെ കൊണ്ടുവരാൻ നല്ല ഫാമിലി ആയിട്ട് പോകാൻ ഇങ്ങനെയെല്ലാം പേർപ്പസിലാണ് ഈ വാനുകൾ ഉപയോഗിക്കുന്നത്. അതിൽ കാർണിവൽ, വെൽഫെയർ, ഈ പറഞ്ഞ പോലെ വണ്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും ആ തരത്തിലുള്ളൊരു യൂസേജ് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാർ വൺ വെഹിക്കിൾ എന്ന രീതിയിൽ തന്നെ ഇത് വെക്കുന്നുണ്ടാവും, ഇത്തരം വെഹിക്കിൾസ് വെക്കുന്നുണ്ടാവും വാൻ പോലത്തെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഫീസ് വെഹിക്കിൾ, ഫാമിലി വെഹിക്കിൾ, ഗസ്റ്റ് വെഹിക്കിൾ ഇങ്ങനെയെല്ലാം ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ലിമോസിൻ സർവീസ്, അതുപോലെ തന്നെ ഹോട്ടൽ സർവീസ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് നോക്കാനുള്ളൊരു കാര്യം ഒന്ന് സ്പേസും കംഫർട്ടാണ്. അതിനെക്കുറിച്ച് ഇൻറ്റീരിയറിൽ പറഞ്ഞു. ഫ്രണ്ടിൽ ഡ്രൈവ് ചെയ്യുന്നൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പേഴ്സണൽ വെഹിക്കിളായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഉള്ള ഷോഫേഴ്സിനുള്ള അവരുടെ എക്സ്പീരിയൻസിനാണ്. അപ്പോൾ അതിൽ ഒന്ന് എനിക്ക് മനസ്സിലായുള്ള കൺവീനിയൻസ് ആണ്. ഇപ്പോൾ വലിയ വണ്ടിയാണിത്, സ്വാഭാവികമായിട്ടും 5.2 മീറ്റർ ലെങ്ത് ഉണ്ട്. അത് എന്തായാലും നമുക്ക് ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റില്ല. അത് അറിയുന്നൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യുമ്പം ആ സ്പേസ് വൈസ് നമുക്ക് അത്രയും സ്പേസിലും പാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്രയും വലിയ വണ്ടിയാണെങ്കിൽ നമുക്കത് ഒതുക്കി വെക്കണമെങ്കിലൊന്നും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. സ്റ്റിയറിങ് റെസ്പോൺസീവാണ്, പെട്ടെന്ന് നമുക്ക് തിരിക്കാനും പഠിക്കാനെല്ലാം പറ്റുന്നുണ്ട്. മോശമില്ലാത്ത നല്ലൊരു ടേണിങ് റേഡിയസ് ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസും നല്ലതാണ്. കുറച്ചൊരു പ്ലേ നമുക്ക് ഫീൽ ചെയ്യാം, പക്ഷേ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കുഴപ്പമായിട്ട് അത് കാണില്ല. അവർ കുറച്ചൊരു കംഫർട്ട് സൈഡിലേക്കാണ് നിൽക്കുന്നത്, സോഫ്റ്റ്വെയറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ടേണോ കാര്യം എടുക്കുമ്പം ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു ബൾക്കി വെഹിക്കിളാണ്.
എന്നാലും ആ സ്റ്റെയറിങ്ങിലൊരു അതിൻ്റെ ഒരു ഹെവിനെസ്സോ അല്ലെങ്കിൽ ഒരു ലൂസിങ് കൺട്രോൾ എന്നുള്ള ഫീലൊന്നും ഇല്ല. പിന്നെ മെയിൻലി ഇതിൽ വന്നിരിക്കുന്ന 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 252 HP പവറും അതുപോലെ തന്നെ 400 Nm ടോർക്ക് ഉണ്ട്. രണ്ടും നല്ലൊരു ഫിഗേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഗിയർ ബോക്സിൻ്റെ റെസ്പോൺസ് തന്നെ കുറച്ചൊരു എന്താ പറയുക മൈൽഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്, ഒരു ഹാർഡ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ല. അത് നമുക്ക് മോഡിൽ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്പോർട്ട്, കംഫർട്ട്, ഇക്കോ അങ്ങനെ 3 മോഡുള്ള. സ്പോർട്ടിൽ ഇടുമ്പോൾ ശരിക്കും ഗിയർ ബോക്സിൻ്റെ റെസ്പോൺസ് മാറുന്നതാണ്. പക്ഷേ അപ്പം ആവാതെ നിൽക്കുന്നൊരു ഫീല് നമ്മൾ ആ ഗിയറിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് ചെറിയ എഞ്ചിൻ, മെയിൻ 4 സിലിണ്ടർ എഞ്ചിനായതുകൊണ്ട് ആ ത്രോട്ടലിൽ നമുക്ക് ഫീൽ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഒരു V6 അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഞ്ചിൻ്റെ ഒരു ഫീലല്ല, 4 സിലിണ്ടർ എഞ്ചിൻ്റെതാണ്. എന്നാലും നല്ലൊരു റെസ്പോൺസ് ക്വിക്ക് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട്. നല്ല മൈലേജ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ഓടിച്ചു, എന്നിട്ടും കുഴപ്പമില്ലാത്തൊരു മൈലേജ് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. 11 ലിറ്റർ പെർ കിലോമീറ്റർ, വിച്ച് ഇസ് ലൈക്ക് അറൗണ്ട് 9 കിലോമീറ്റർ പെർ ലിറ്റർ. ഇവിടെ വലിയൊരു പ്രശ്നമല്ല മൈലേജ്. എന്നാലും ഇന്ന് വരുന്ന ഒരു ചിലവും കാര്യങ്ങളെല്ലാം കൂടുന്ന ആൾക്കാരാണെങ്കിൽ മൈലേജ് കുറഞ്ഞാൽ അത് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. 4 സിലിണ്ടർ എഞ്ചിൻ ഇസ് ഫൈൻ. നമ്മൾ 3 പേരായിട്ട് യാത്ര ചെയ്തിരുന്നത് അധികം, അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഡ് ഇല്ലയെന്ന് വിചാരിക്കണ്ട. പിന്നെ നമ്മളിപ്പോൾ ഈ ഫുള്ള് ബാഗ് നമ്മൾ ബാക്കിൽ വെച്ചിട്ടുണ്ട്. 3 ആൾക്കാരുടെ 1 വീക്കും ക്യാമറ എക്യുപ്മെൻ്റ് എല്ലാം ബാക്കിൽ വെച്ചിട്ടുണ്ട്. സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ 3rd റോ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാം വലിയ ബാഗെല്ലാം ഉണ്ട്. 3rd റോയിൽ ഞാൻ പറഞ്ഞൊരു സ്റ്റെപ്പിനുള്ളതുകൊണ്ടൊരു സ്പേസിൻ്റെ ഒരു വിഷയമുണ്ട്. അല്ലെങ്കിൽ 3 റോ സീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ളത്. അപ്പോൾ നമ്മളിങ്ങനത്തെ ടേണോ കാര്യമെല്ലാം എടുക്കുമ്പം വരുന്നൊരു ലീനിങ്, ബോഡി റോൾ എന്ന് പറഞ്ഞാൽ ബോഡി റോളാവുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും നമ്മൾ ഇവിടെ ഒരു കൺട്രോൾ പോണ പോലെ, അതായത് നമ്മൾ സ്ലിപ്പായി അടുത്ത ട്രാക്കിൽ പോകുന്ന ആ ഫീലില്ല. ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോഫേഴ്സിനാണെങ്കിലും ഇപ്പോൾ സ്വന്തമായിട്ട് ഓടിക്കുന്നൊരു ഘട്ടം വന്നാലും കംഫർട്ടബിളി ഓടിക്കാൻ പറ്റും. പിന്നെ ഇതൊരു പെർഫോമൻസ് മെഷീനോ പെർഫോമൻസ് SUV അങ്ങനത്തെ ഒന്നുമല്ല. ഇറ്റ്സ് എ വാൻ. അപ്പോൾ ആ വാൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി നമ്മൾ ഓടിക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇരുന്ന് ഓടിക്കുമ്പം എനിക്ക് വേറെ കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ ADAS ഫീച്ചേഴ്സാണ്. ചൈനീസാണ്. ഒരുപാട് ഫീച്ചേഴ്സുകൾ കുത്തി നിറയ്ക്കാറുള്ള ബ്രാൻഡുകളാണ് നമുക്കറിയുന്നത്. അത് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ എപ്പോഴും മാറ്റർ ചെയ്യാം. ADAS എല്ലാം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഷൂട്ടിന് ഇറങ്ങിയ സമയത്ത് റോഡെല്ലാം കാലിയാണ്, ഒരു വണ്ടികളും ഇല്ല. പക്ഷേ ഒരു ട്രക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നന്ദി വെറുതെ ഇങ്ങനെ ലൈൻ മാറി നോക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ മറ്റേ വണ്ടിയിലല്ല. പെട്ടെന്നൊരു ഇങ്ങനെ കുടഞ്ഞൊരു ഫീലുമായിട്ട് തോന്നി. പക്ഷേ ഇതെന്ത് ചെയ്ത് നോക്കുമ്പോൾ ട്രക്ക് അടുത്തെത്തി ലൈനിനോട് ചേർന്ന് നിന്നുകൊണ്ട് വണ്ടി കൺട്രോൾ ചെയ്തതാണ്, വണ്ടി കറക്റ്റ് ചെയ്തതാണ് അത്. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം വളരെ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ക്യാമറ ആണെങ്കിലും ക്വാളിറ്റി നല്ല 360 ക്യാമറ വളരെ യൂസ്ഫുള്ളാണ്. പാർക്ക് അസിസ്റ്റ് നല്ലോണം ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നമുക്ക് ഞാൻ പറഞ്ഞ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യമെല്ലാം നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് കാർപ്ലേ കണക്ട് ചെയ്യാത്തൊരു വിഷയം പറഞ്ഞു, അത് മാത്രമേ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ടുണ്ടായിരുന്നു. എപ്പോഴും കണക്റ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഫോൺ ആദ്യം ഒരു ക്ലാരിറ്റി കുറവ് തോന്നി. അപ്പോൾ ഞാൻ ഇതിൽ കണക്ട് ചെയ്തതിൻ്റെ ഇഷ്യൂ ആയിരിക്കും. പിന്നെ മനസ്സിലായി ഇന്നലെ എല്ലാം സാൻഡ്സ്റ്റോം കാര്യമെല്ലാം വന്നപ്പോൾ ഇവിടെ ഫോണിന് ഒരു ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു കണക്ഷനിൽ. ഒരു ഫോൺ കണക്റ്റ് ആവാതൊക്കെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ക്ലിയർലി ആയിരിക്കുക. അത് ഇന്ന് മാറിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വണ്ടിയുടെ പ്രോബ്ലം അല്ല, ഞാൻ അങ്ങനെ കരുതിയിരുന്നത് അതല്ല. പിന്നെ ഉള്ളത് ഒരു പൊസിഷനും എക്കണോമിക്സ് എല്ലാം. നമുക്ക് കുറേ നേരം ഡ്രൈവ് ചെയ്യേണ്ടി വരുന്ന ഡ്രൈവേഴ്സ് ഷോഫേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ ടയർഡ്നെസ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. അതിനുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതലും പിന്നിൽ ഓടിക്കാനൊക്കെ ചാൻസ്. അപ്പോൾ നമുക്ക് പിന്നിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെ നോക്കാം. നമ്മളിപ്പോൾ 2.5 ദിവസം GSC M8 ഉപയോഗിച്ചു. തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ബാഗെല്ലാം കാണില്ലേ, എയർപോർട്ടിൽ പോകുന്ന വഴിയാണ്. അത്യാവശ്യം എല്ലാ ലഗേജും വെച്ചു. 3rd റോ ഫോൾഡ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോൾ കംഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ടും പിന്നെ സീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് ഞാൻ ശരിക്കും ബാക്കിൽ മസാജും കൂളിംഗ് എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് പോണത്. നല്ലൊരു ഹെവി ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മയക്കം മൂഡിലാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം ആണെങ്കിലും ഡ്രൈവർ നന്നായിട്ടുള്ള കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ നന്ദുവാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഡ്രൈവർ മോശമായാലും കുഴപ്പമില്ല. വണ്ടിയിൽ സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്. ബാക്കിൽ മൾട്ടി ലിങ്ക് ആയതുകൊണ്ട് തന്നെ ബാക്കിൽ മൾട്ടി ലിങ്ക് ആയതുകൊണ്ട് നല്ല കംഫർട്ട് ഇരിക്കുമ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആസ്പെക്ട്സ് എല്ലാം ബാക്കിൽ ഇരിക്കുമ്പോൾ ഉള്ളതിലും കവേർഡാണ്. റിഫൈൻമെൻറ്റ് ഇസ് ഗുഡ്. AC നല്ല കൂളിംഗ് ഉണ്ട്, ബാക്കിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. എങ്കിലും ഒരു അൾട്ടിമേറ്റ്ലി ഒരാൾ നോക്കുന്ന 2-3 കാര്യങ്ങളാണ് റിയർ സീറ്റിലിരിക്കുമ്പോൾ. ഒന്ന് ട്രാവലിംഗ് കംഫർട്ട്, സീറ്റിൻ്റെ കംഫർട്ട്, കുറേ നേരം ഇരിക്കുമ്പോൾ സീറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് വെറുതെ ഇരുന്ന് നോക്കുമ്പോൾ ഉള്ള പോലല്ല. അപ്പോൾ അതും നമുക്ക് 3 ആൾ ഈ വണ്ടിയിൽ പോകുന്നുണ്ട്, പലപ്പോഴായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇൻഗ്രസും അതുപോലെ തന്നെ എഗ്രസും എല്ലാം എളുപ്പമാണ്, കയറാൻ ഇറങ്ങാനുള്ള സുഖമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുറത്തേക്കുള്ള വ്യൂ നല്ലതാണ്. ഇതിൻ്റെ എല്ലാം പുറമേ നമുക്കൊരു ഹാസൽ ഫ്രീ ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്.
അപ്പോൾ ഇത്തരം വണ്ടി വാങ്ങുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതലും ഷോഫർ ഡ്രിവൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ ശരിക്കും കംഫർട്ടബിളി യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ GSC M8 എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലില്ല, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വണ്ടിയായിട്ട് തന്നെ എനിക്ക് തോന്നിയില്ല. ഗർഗാഷ് എൻ്റർപ്രൈസസ് ആണ് ഇവിടുത്തെ ഡീലേഴ്സ്, മെർസിഡീസിൻ്റെ അതേ ഡീലേഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഷോറൂമിൽ പോയിട്ട് ഇത് ചെക്ക് ചെയ്യാം. വേറെയും മോഡൽസുകളെല്ലാം ഒരുപാടുണ്ട്, പോയപ്പോഴാണ് കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതെല്ലാം യുവർ ചോയ്സ്. ഞാൻ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ എന്നുള്ള രീതിയിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് ക്വൈറ്റ് എക്സൈറ്റിംഗ്. നമ്മൾ നാട്ടിൽ മിസ്സാവുന്നൊരു കാര്യമാണ് ചൈനീസ് വെഹിക്കിൾസിലെ പുതിയ മോഡലുകളും അപ്ഡേറ്റ് വരുന്ന മോഡലുകളും. കാരണം നമ്മൾ നാട്ടിൽ അതിനെക്കുറിച്ച് അവെയർഡ് അല്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റുന്നത് എത്രത്തോളം അവർ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വണ്ടി തന്നെയാണിത്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നുള്ള കമൻറ്റിൽ പറയാം. ഇത്തരം വാനുകളാണോ, SUVകളാണോ, സിഡാനാണോ, അതല്ല നിങ്ങൾ സ്പോർട്സ് കാർസ് ആണോ, ഏതാ ഇഷ്ടപ്പെടുന്നത്? അതേപോലെ തന്നെ ഈ ഒരു വാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നിങ്ങളുടെ ചോയ്സ്? ഇതെല്ലാം കമൻറ്റിൽ പറയാം. നമുക്ക് ഏതായാലും ഇനിയും ഇങ്ങനത്തെ എക്സൈറ്റിംഗ് മെഷീൻസ് എല്ലാം കൊണ്ടുവരാം. നമ്മൾ പറഞ്ഞ പോലെ ഫ്ലൈവീലിൻ്റെ മിഡിൽ ഈസ്റ്റ് എഡിഷൻ ഇംഗ്ലീഷിലുണ്ട്, ഫ്ലൈവീൽ ഇൻ്റർനാഷണൽ. അതുപോലെ മലയാളത്തിൽ ഫ്ലൈവീൽ മലയാളം തന്നെയാണ്, പക്ഷേ കൂടുതൽ ഇൻ്റർനാഷണൽ കണ്ടൻറ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സപ്പോർട്ടിനോട് കൂടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അടുത്താണ് മറ്റൊരു എക്സൈറ്റിംഗ് മെഷീൻസായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.